ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ബേബി ഷവറിങ് കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഈ കേക്ക് ഓവനൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് കൂടെ നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഇട്ടിട്ട് 1 കപ്പ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, അത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതെല്ലാം നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മളൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. പഞ്ചസാര നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാവേ. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്യേണ്ട, ചെറിയ രീതിയിലായിട്ട് ഓയിൽ എല്ലായിടത്തും ഒന്ന് ആവത്തക്ക രീതിയിൽ ചെറിയ രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതും പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി അങ്ങോട്ട് കുത്തി കുഴച്ചൊന്നുമല്ല, ചെറിയ രീതിയിൽ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് പതിയെ ഇതുപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അങ്ങനെ കുറച്ച് ഒരു 3-4 ബാച്ചായിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം ഇതിനകത്ത് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ മൊത്തം പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി 1 കിലോയുടെ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നൊന്ന് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പഴയ പാത്രത്തിലാണ് ഇതുണ്ടാക്കുന്നത്. അതൊരു 5 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കേക്ക് ബാറ്റർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 30-35 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ഇർക്കിലോ സ്ക്യൂറോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പം അതിലൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കേക്കൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ്, നല്ല സൂപ്പർ കേക്കാണ്. ഇനി ഇതൊരു 2 ലെയറായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കട്ടിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നമുക്കൊരു കേക്ക് ബോർഡിലേക്ക് ഒരല്പം ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ഒന്ന് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അത് ഫുള്ളായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് എടുക്കാം.
ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് പറ്റത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതും നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതൊരു ബേബി ഷവറിങ് കേക്കായിട്ടാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ഡെക്കറേഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വലിയ ഒരു ഇത് കൊടുക്കുന്നില്ല, എല്ലായിടത്തും ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 2 പാർട്ടായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അതിൽ ഒരു പാർട്ടിൽ നമ്മൾ പിങ്ക് കളറും ഒരു പാർട്ടിൽ നമ്മൾ ബ്ലൂ കളറുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കസ്റ്റമറിന് ഒരുപാട് ഡെക്കറേഷനൊന്നും വേണ്ട, സിമ്പിൾ രീതിയിൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ പിങ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ ബ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറിയ രീതിയിലുള്ള കുറച്ച് ഡെക്കറേഷനും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല കേക്കാണ്, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്